കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിട്ടുണ്ട് സേതു, അത് നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാന്നാണ്. കാരണം അതുകൊണ്ടാണ് ഇത്രയും മൈഗ്രന്റ് വർക്ക്. അതെ അതെ, ഈ തുടർച്ച ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത് കേട്ടോ, ബേസിക്കലി. കാരണം ഒരു ആസൂത്രണം ആ അർത്ഥത്തിൽ സാധ്യമാകുന്നതിന് നിങ്ങൾക്കൊരു 10-15 വർഷമൊക്കെ വേണം. കേരളത്തിൻ്റെ ഓൾറെഡി വേജ് റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ വേജിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം. അതുകൊണ്ടാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആ അർത്ഥത്തിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. കടത്തെ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട്, കടം അല്ല, ഡെറ്റ് ഇൻ ഇറ്റ്സെൽഫ് അത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഏറ്റവും ഒടുവിലത്തെ കണക്ക് കാണിക്കുന്നത് ഈ ലൈഫ് മിഷനിലൂടെയൊക്കെ അത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. കാരണം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീടും കിട്ടുന്നുണ്ട്, കുറച്ച് ഭൂമിയും കിട്ടുന്നുണ്ട്. അസറ്റ് മോണിറ്റൈസേഷൻ വന്ന് ആരാ കൊണ്ടുപോകാൻ പോകുന്നത്? പബ്ലിക് സെക്ടർ വിൽക്കുകയല്ലേ. പബ്ലിക് സെക്ടർ വിൽക്കുമ്പോൾ ആദ്യം അതിന് ലഭ്യമാകുന്നത് ഇത്തരം പ്രൈവറ്റ് മൊണോപ്പൊളി ക്യാപിറ്റലിനാണ്. കുറഞ്ഞ വരുമാനമുള്ളപ്പോഴും ഉയർന്ന സാമൂഹിക വികസനം ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും സാധ്യമാവുന്നു എന്നുള്ളതാണ് കേരള വികസന മാതൃകയുടെ ഒരു അന്തഃസത്ത എന്ന് പറയുന്നത്. 10 വർഷം കൊണ്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റി. നവകേരളം എന്ന് പറയുന്ന ആശയം അത് വെറുതെയുള്ളൊരു ആശയമല്ല. ഇറ്റ്സ് നോട്ട് എ ഫാൻറ്റസി. അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഇടതുപക്ഷത്തിന് ഉറപ്പുണ്ട്, പ്രൊവൈഡഡ് അവർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ രവിരാമൻ. കേരള സ്റ്റേറ്റ് ആസൂത്രണ ബോർഡിലെ അംഗമാണ് അദ്ദേഹം കഴിഞ്ഞ ഒരു ദശകമായിട്ട്. അതിനു മുമ്പ് അദ്ദേഹം കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ചിട്ടും കേരള മാതൃകയെക്കുറിച്ചിട്ടും എല്ലാം തന്നെ 1980-കളിൽ മുതൽ ഉള്ള സജീവമായ ചർച്ചകളിലെ ഒരു സ്ഥിരമായിട്ടുള്ള അംഗമാണ്. അപ്പോൾ കേരള മോഡലിൻ്റെ ഒരു സാങ്കത്യത്തെക്കുറിച്ചിട്ടും അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സംവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം തന്നെ വഴിയൊരുക്കിയ ഒന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡിസ്കഷൻ തുടങ്ങുന്നതാണ്. രവിരാമനുമായിട്ട് അങ്ങനെ ഒരു ഡിസ്കഷനിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ കേരള മോഡലിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് 1980-കൾ മുതൽ നടന്നിയ ഒരു ചർച്ചകളിൽ കേരള മോഡലിനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രീതിയിൽ കാണുന്നതായിരുന്നു. ഒന്ന്, ആ മോഡൽ ഒരു മോഡൽ തന്നെയാണോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമായിരുന്നു ഒരു പ്രധാനമായിട്ടും ആ സമയത്തെല്ലാം ഉണ്ടായിരുന്നത്. അത് പലതരത്തിലുള്ള ആശയപരമായിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ടായിരുന്നു ആ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, കേരളത്തിൻ്റെ ആ അന്നത്തെ സമയത്ത് കേരള എക്കോണമിയെ കുറിച്ചിട്ട് തന്നെ ഏതാണ്ട് പരിഹാസ രൂപേണ തന്നെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു, മണി ഓർഡർ എക്കോണമി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ട് ഒരു 80-കൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 90-കളുടെ അവസാനം ഒക്കെ എത്തുമ്പോഴത്തേക്ക് ആ കേരള മോഡലിനെ കുറിച്ചിട്ട് പറയുന്നിരുന്ന വിമർശനങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വിമർശനങ്ങൾ അസ്ഥാനത്താണെന്നുള്ള നിലയിലുള്ള ചില സംഭവ വികാസങ്ങളാണ് കേരളത്തിനകത്തുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു 70-കളിലും 80-കളിലും എല്ലാം കണ്ടിരുന്ന ഒരു സ്റ്റാഗ്നേഷനിൽ നിന്ന് കേരളം വീണ്ടും ഒരു ഗ്രോത്തിൻ്റെയും വളർച്ചയുടെയൊക്കെ ഒരു പാതയിലെത്തി എന്ന് പറയുന്ന തരത്തിലുള്ള സാധനം. ഈ ഒരു ട്രാൻസിഷനിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരാളാണ് രവിരാമൻ. അതിനകത്ത് വളരെ ഇതായിട്ട് പഠനങ്ങളിലൂടെയും എഴുത്തിലൂടെയും എല്ലാം തന്നെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ രവിയുടെ ഏറ്റവും അവസാനത്തെ പുസ്തകം തന്നെ ഏതാണ്ട് ഈ ഒരു ട്രാൻസിഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നോ ഒക്കെ ആയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് പറയാൻ പറ്റുള്ളത്? അതെ, സേതു പറഞ്ഞതുപോലെ 80-കളിലാണ് ഈ കേരള വികസന മാതൃക ആ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. നമുക്കറിയാവുന്നതുപോലെ 75-ൽ പുറത്തിറക്കിയ UN സ്റ്റഡി ഉണ്ടല്ലോ, സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ KN രാജു അവർ ചേർന്ന് നടത്തിയ സ്റ്റഡിയാണ്. ഇത് കേരളത്തിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ളൊരു പഠനം വരുന്നത്. അത് പിന്നെ വികസന മാതൃക ആയിട്ട് പിന്നീട് ഇൻ്റർപ്രറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത് 80-കൾ മുതൽ നിങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ ആ പീരീഡിൽ തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ 2 സംശയങ്ങളും ബാക്കിയുള്ളത്. ഒന്ന്, ഇത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ? അതായത് ഈ കുറഞ്ഞ വരുമാനമുള്ളപ്പോഴും ഉയർന്ന സാമൂഹിക വികസനം ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും സാധ്യമാവുന്നു എന്നുള്ളതാണ് കേരള വികസന മാതൃകയുടെ ഒരു അന്തഃസത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇത് സാധ്യമാകുമോ എന്ന ഒരു വിഷയം വരുന്നു. അപ്പോൾ KK ജോർജിനെ പോലുള്ളവർ പറയുന്നു സാധ്യമാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഈ പിന്നെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല. പക്ഷേ അതിന് വേണ്ടുന്ന പണം നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ സമാഹരിക്കാൻ കഴിയില്ല. പക്ഷേ അപ്പോഴത്തേക്കിലും നമ്മൾ റിമിറ്റൻസിൻ്റെ ഒരു വലിയൊരു ഫ്ലോ ഉണ്ടാകും.
ആ റെമിറ്റൻസ് ഫ്ലോ വന്നപ്പോൾ ഈ കേരള എക്കോണമിയെ ഒന്ന് ചലിപ്പിക്കുന്നുണ്ട്. അതുവരെ നിങ്ങൾ പറഞ്ഞതുപോലെ വലിയൊരു ലോങ് സ്റ്റാഗ്നേഷനാണ്. ഇപ്പോൾ 60-കളും 70-കളുടെ പകുതി വരെ എടുത്താൽ കേരള എക്കോണമിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ഒരു 1% ഒക്കെ വരും. അതിന് ശേഷമുള്ള 10-15 വർഷം എടുത്താലും ആക്ച്വലി ആ ഗ്രോത്ത് ഒന്ന് കുറയുന്നുണ്ട് ഒരു സമയത്ത്. അപ്പോൾ മൊത്തത്തിൽ ഇത് സസ്റ്റെയിൻ ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയും അത് ഒരു വലിയൊരു പരിധിവരെ ശരിയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കേരള മോഡൽ മൃതമായി പോയനെ ഈ റെമിറ്റൻസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേരള മോഡലിനെ ആ അർത്ഥത്തിൽ നിലനിർത്തിയത് ഈ റെമിറ്റൻസ് ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് റെമിറ്റൻസ് ആണ് പ്രത്യേകിച്ച്. അപ്പോൾ അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് 80-കളിൽ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു ടേൺ അറൗണ്ട്, ആ ടേൺ അറൗണ്ട് ഒരു ഫസ്റ്റ് ടേൺ അറൗണ്ടാണ് എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ടേൺ അറൗണ്ട് എന്ന് മറ്റ് പലരും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ KP കണ്ണനെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ഈ എക്കോണമി കുറേ കൂടെ മുന്നോട്ട് പോകുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ 90-കൾ മുതൽ ഒരു വലിയ എക്കോണമിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യത്തിന് 90-കൾ മുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ 2000 മുതൽ ആ ഗ്രോത്ത് കുറേ കൂടെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഈ ഗ്രോത്ത് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇവിടുത്തെ എക്കോണമിസ്റ്റുകൾ, സാമ്പ്രദായിക എക്കോണമിസ്റ്റുകൾ കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മൾ ഈ പുസ്തകത്തിലൊന്ന് പറയുന്നുണ്ട്. അതിന് കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഈ മൊത്തത്തിലുള്ള ഇതിനകത്തുള്ള ഡൈനാമിക്സ് നമ്മൾ മനസ്സിലാകുന്നത്. അതിൽ അവിടെ എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ 80-കൾ മുതൽ നടക്കുന്ന ഈ ഡിബേറ്റിലെല്ലാം തന്നെ പലതരത്തിലുള്ള ഇടതുപക്ഷ സാമ്പത്തിക വീക്ഷണം അല്ലെങ്കിൽ ആ ഒരു പരിപ്രേക്ഷ്യം പിന്തുടരുന്നവരായിരുന്നു ഈ ഡിബേറ്റിലെല്ലാം മുന്നിട്ട് നിന്നത്. അപ്പോൾ അതിലെല്ലാം തന്നെ ഉള്ള അതിൻ്റെ പലതരത്തിലുള്ള ഐഡിയോളജിക്കലായിട്ടുള്ള സമീപനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ആ സമീപനങ്ങളിലെല്ലാം തന്നെ ഇത് പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കോണമിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും എല്ലാം വരുന്ന ഇത്, അല്ലെങ്കിൽ ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിലയിലുള്ള വിശകലനങ്ങൾ. അപ്പോൾ അതിലെല്ലാം തന്നെ ഈ പറയുന്ന ക്യാപിറ്റലിസത്തിൻ്റെ ക്രൈസിസ്, ഇന്ത്യൻ എക്കോണമി, അത് ഇന്ത്യൻ എക്കോണമിയിൽ ആ സമയത്ത് 90-കൾക്ക് ശേഷം വന്ന ഉദാരവൽക്കരണത്തിൻ്റെ ഇത്, അപ്പോൾ ഉദാരവൽക്കരണത്തിനെതിരായിട്ടുള്ള ഇത്, അപ്പോൾ ഇതെല്ലാം വരുന്ന ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു നിഷേധാത്മകമായ ഒരു പെർസെപ്ഷൻ, ആ പെർസെപ്ഷനെ നിലനിൽക്കുമ്പോഴത്തേക്കാണ് കേരളം ഈ പറയുന്ന ഗ്രോത്ത് അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെയാണ് രണ്ടിനെയും കൂടെ ഒരു തിയററ്റിക്കലി ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ശരിയല്ലെന്ന് തിയററ്റിക്കലി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം പ്രാക്ടിക്കലി വേറൊന്നായി വരുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, അതുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പ്രധാനമായിട്ടും ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന രീതിയിലല്ല ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ എവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അത് ഇടതുപക്ഷ ഈ പണ്ഡിതന്മാരുടെ ഒരു ഡിബേറ്റിൽ ആ യാഥാർത്ഥ്യം കടന്നു വന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അമർത്യ സെന്നെ പോലുള്ളവർ അവർ പറഞ്ഞിരുന്നത് എന്താണ്, ഈ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൈമറി ഹെൽത്ത്, പ്രൈമറി എഡ്യൂക്കേഷൻ, ഇത് പൊതുവേ ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്മെൻറ്റ് സാധ്യമാക്കും, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ്, ആ പരികല്പനയിലാണ് അവർ നിന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മൊത്തം ഇടതുപക്ഷം ആ ലെവലിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കാരണം ഒന്നാമത് ലോകത്തിൽ അങ്ങനെ അല്ല സംഭവിക്കുന്നത്. ഈ ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കണം. പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാതെ ആ ഗ്രോത്ത് സംഭവിക്കില്ല. അപ്പോൾ ഉദാഹരണത്തിന് പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ഹെൽത്ത് ഉണ്ട്, അത് നിങ്ങളുടെ ജീവിതദൈർഘ്യം വർദ്ധിപ്പിക്കും എന്നൊക്കെയേ ഉള്ളൂ, അല്ലാതെ അത് ഗ്രോത്ത് ജനറേറ്റ് ചെയ്യില്ല. അത് ഞങ്ങളെ പഠനത്തിൽ വളരെ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്, ഗ്രാഫ് വരച്ച് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ പീരീഡിൽ ഗ്രോത്ത് ഉണ്ടായില്ല, ഏതൊക്കെ പീരീഡിൽ ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ വിമർശകരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഗ്രോത്തിന് ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ ഈ 60-കൾ മുതൽ തന്നെ ഗ്രോത്ത് ഉണ്ടാകണമായിരുന്നു. പക്ഷേ കുറേ വർഷം, 2-3 ദശാബ്ദം കഴിഞ്ഞിട്ടാണ് ഗ്രോത്ത് പതുക്കെ ഉണ്ടാകുന്നത്. അതിനർത്ഥം ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ പറഞ്ഞതുപോലുള്ള ഒരു തിയററ്റിക്കൽ ലെവലിലല്ല നടന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഇന്ത്യ കേരളത്തെ കാച്ചപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കാച്ചപ്പ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട്. ആ സമയത്ത് ഇന്ത്യക്കും ഗ്രോത്ത് സംഭവിക്കുന്നില്ല. അതിനർത്ഥം സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രോത്തിനെ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് കേരളത്തിൻ്റെ ആളോഹരി വരുമാനം വളരെ താഴ്ന്നു നിൽക്കുമ്പോഴും നമുക്ക് നമുക്ക് ഹൈ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ജീവിത നിലവാരം. പക്ഷേ എന്നിട്ട് കേരളം
ഇന്ത്യയെ കാച്ചപ്പ് ചെയ്യാണ് ചെയ്തത്. കാച്ചപ്പ് ചെയ്ത് പിന്നെ മറികടക്കുകയാണ് ചെയ്യുന്നത് ആളോഹരി വരുമാനത്തിൽ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആളോഹരി വരുമാനത്തിൽ നാഷണൽ ആവറേജിൻ്റെ 50-60% അധികമാണ്. അപ്പോൾ നമ്മളങ്ങ് കുറേ മുന്നോട്ട് പോയി. അപ്പോൾ പക്ഷേ ഈ പഴയ സിദ്ധാന്തം ശരിയായിരുന്നെങ്കിൽ നേരത്തെ ഗ്രോത്ത് സംഭവിക്കണമായിരുന്നു. ഇതാണ് ഒരു വിഷയം ഇതിനകത്തുള്ളത്. രണ്ടാമത്തൊരു വിഷയം, ഈ 90-കൾക്ക് ശേഷം എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്തു എന്നുള്ളതാണ്. പുതിയ സാധ്യതകളുണ്ടായി. ആ മാർക്കറ്റുമായിട്ട് ഒരു റീഇൻറ്റഗ്രേഷൻ കേരള എക്കോണമിക്ക് സാധ്യമായി എന്നുള്ളതാണ്. അതിവർ ഒന്ന് മനഃപൂർവ്വം അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ ഗൗരവം തിരിച്ചറിയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചത്, നേരത്തെ നമുക്ക് നഷ്ടപ്പെട്ട കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, അതായത് നമ്മുടെ ജിയോഗ്രാഫി വെച്ചിട്ട് നമുക്ക് നല്ല കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കമേഴ്സ്യൽ ക്രോപ്സുകൾ, ട്രഡീഷണൽ ട്രേഡ് റിലേഷൻസ്, വെസ്റ്റ് ഏഷ്യൻ കണക്ഷൻ, പിന്നെ നമ്മളെ കമേഴ്സ്യൽ ക്രോപ്പുകൾ, പിന്നെ അതേ സമയത്ത് ആ കാലഘട്ടത്തിൽ തന്നെ ആളുകൾ പുറത്തു പോയിക്കൊണ്ടിരുന്നു. മൈഗ്രേഷൻ ആ സമയത്തും ഉണ്ട്, കാര്യമായിട്ടുണ്ട്. പക്ഷേ വലിയൊരു ഓർഗനൈസ്ഡ് മൈഗ്രേഷൻ അല്ലാന്നേ ഉള്ളൂ. ഒരു എക്സഡസിന്റെ ഭാഗം വരുന്നത് ഗൾഫ് മൈഗ്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അന്ന് നമ്മൾ ആ ഗ്രോത്ത്, ആ കമോഡിറ്റി ഇൻറ്റഗ്രേഷൻ ഉണ്ടല്ലോ, വേൾഡ് ആയിട്ടുള്ള കമോഡിറ്റി ഇൻറ്റഗ്രേഷൻ, അത് നമുക്കൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആയിരുന്നെങ്കിലും അത് നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യൻ യൂണിയനായി മാറിയതിന് ശേഷം അതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജ്, അത് ഇന്ത്യൻ യൂണിയനായി മാറിയത് കൊണ്ടല്ല പ്രധാനമായിട്ടും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലെഫ്റ്റിൻ്റെ തന്നെ ഒരു ഇതിനെ കാണുന്നതിലുള്ള ചില വീഴ്ചകളാണ്. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ലെഫ്റ്റ് എപ്പോഴും പ്രോ ലേബർ ആൻഡ് ആൻറ്റി ക്യാപിറ്റൽ ഒരു പൊസിഷനാണ് എടുത്തത്. അതിനോട് യോജിക്കുന്ന രീതിയിൽ ക്യാപിറ്റലിന് ബിഹേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്രോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ വലിയ ക്യാപിറ്റൽ, പുറത്തുള്ള ക്യാപിറ്റൽ കേരളം വിട്ടുപോയി. പക്ഷേ ലോക്കൽ ക്യാപിറ്റൽ കേരളം വിട്ട് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോയി. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കാഷ്യൂ, കോയർ, ഇവരൊക്കെ ലോക്കൽ ക്യാപിറ്റലാണ്. ഇവരൊക്കെ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോയി. അപ്പോൾ ക്യാപിറ്റൽ ഒട്ടും ഇല്ലാതായി. അങ്ങനെ വരുമ്പോഴത്തേക്കിലും ഒരു ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മൾ പറയുന്ന ഒരു വലിയൊരു പീരീഡ്, 15-20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പീരീഡിൽ പുതിയ ഇൻഡസ്ട്രീസ് വരുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള ഇൻഡസ്ട്രീസൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഒരു റിവൈവൽ ഉണ്ടാകുന്നത് ഈ 90-കൾക്ക് ശേഷമാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിൻ്റെ ഈ ഡിബേറ്റിൽ വരുന്ന ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ് ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ. അതെ, അത് ഈ പറയുന്ന പോലെ ഒരു ലോങ് ലെഫ്റ്റ് ലെഗസി ഉണ്ട്. പ്രൈവറ്റ് ക്യാപിറ്റൽ ഒരു തിന്മയുടെ പ്രതീകമാണെന്നുള്ളൊരു നില ഈ ഒരു പെർസെപ്ഷനിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതായിട്ടുണ്ട്? പ്രത്യേകിച്ച് താങ്കൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ കേരളത്തിലെ ആസൂത്രണ ബോർഡിൻ്റെ ഒരു അംഗമാണെന്നുള്ള നിലയിലും അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? അതെ, ആ ചോദ്യം വളരെ നന്നായി. പക്ഷേ അതിനു മുമ്പേ ഞാനൊന്ന് പറയാം, അങ്ങനെ ഒരു സമീപനം മാത്രമായിരുന്നില്ല തുടക്കത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് നമ്മൾ റായോൺസിനെ ഇൻവൈറ്റ് ചെയ്തു, ബിർളയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ ഇൻവൈറ്റ് ചെയ്തത്. നമ്മൾ പ്ലാച്ചിപ്പടയെ ഇൻവൈറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കൊക്കോളയെ ഇൻവൈറ്റ് ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആർത്ഥത്തിൽ ആൻറ്റി ക്യാപിറ്റൽ അല്ല ആർത്ഥത്തിൽ പലപ്പോഴും. പക്ഷേ അതിൻ്റെ ആ ഓപ്പറേഷണൽ പ്രിമൈസിൽ അത് വേണ്ടത്ര എഫക്റ്റീവായിട്ടല്ല നിന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഒരുപക്ഷെ ഇതൊക്കെ ഫങ്ഷൻ ചെയ്തിരുന്നെങ്കിൽ പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല അവർ ചെയ്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്ന ക്യാപിറ്റലിനോടും അല്ലെങ്കിൽ ഇവർ ഇൻവൈറ്റ് ചെയ്ത ക്യാപിറ്റലിനോടും നമ്മൾ ശരിക്കുള്ള ഒരു സമീപനമല്ല സ്വീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, നമ്മൾ പറഞ്ഞ് മനസ്സിലാകുന്നത് ഈ അടുത്ത കാലത്തായിട്ട് 10 വർഷമായിട്ട് അത് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റായിട്ട് മാറുന്നു. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലേബർ റൈറ്റ്സ് അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു തരം ഹൈബ്രിഡായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റലിസം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പൊതുവേ ഞാനൊക്കെ പറയുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്ക് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നു, ഇൻക്ലൂഡിങ് ദ ലേബർ റൈറ്റ്സ്. അതോടൊപ്പം തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സർക്കാരിന് കഴിയുന്നു. അപ്പോൾ ഒരു പുതിയൊരു സിംബയോസിസ്, സ്റ്റേറ്റും മാർക്കറ്റും തമ്മിലുള്ള പുതിയൊരു സിംബയോസിസ്, അതുപോലെ ഗവൺമെൻറ്റും പ്രൈവറ്റ് ക്യാപിറ്റലും തമ്മിലുള്ള ഒരു പുതിയ സിനർജി, ഇതൊക്കെ സാധ്യമാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാധ്യത എന്ന് തിരിച്ചറിയുന്ന ഒരു ഇടതുപക്ഷം ഉണ്ടാവുന്നു. അതിനെ ഞങ്ങൾ ന്യൂ ലെഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഓൾഡ് ലെഫ്റ്റിൻ്റെ അജണ്ടയല്ല ന്യൂ ലെഫ്റ്റിൻ്റെ അജണ്ട. ഓൾഡ് ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തവരല്ല പ്രധാനമായിട്ടും ന്യൂ ലെഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഓൾഡ് ലെഫ്റ്റിൻ്റെ ആ സപ്പോർട്ട് ബേസ് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് ബേസിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ
ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഐഡിയോളജിയെ കൃത്യമായിട്ട് ഒരു മെറ്റീരിയൽ ഫോഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ ഈ കേരളത്തിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് അത് വേറെ അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊബിലിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് കേരളത്തിൽ ഇപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പം വിഴിഞ്ഞത്തെ ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ, ഇവിടെ തന്നെ കൊച്ചിയിലും വേറൊരെണ്ണം ഉണ്ട് കണ്ടെയ്നർ ഇൻ്റർനാഷണൽ ടെർമിനൽ. പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഒരു ഗ്രോത്ത് അത് ഏതാണ്ട് ഈ വർഷത്തോടു കൂടി അത് കംപ്ലീറ്റ് ആവുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ 2-3 വലിയ കോറിഡോർസ് വരുന്നുണ്ട്. പാലക്കാട് കോഴിക്കോട് കോറിഡോർ, അതെ, ഇവിടെ നിന്ന് എറണാകുളത്ത് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ. അതെ. അപ്പം ഇതിലെല്ലാം കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൊബിലിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വരുന്നു. ഈ ഒരു സെൻട്രിക് ആയ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഒരു വളരെ ഇതായിട്ടുള്ളൊരു ഗ്രോത്തിന് ഒരു നിമിത്തമാവും എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് നമ്മുടെ KSIDCയുടെ ചെയർമാനായിട്ടുള്ള ബാലഗോപാൽ പല സ്ഥലങ്ങളിലും പറയുന്നതാണ്. അതായത് നമ്മുടെ കഴക്കൂട്ടത്തു നിന്ന് വിഴിഞ്ഞം വരെയുള്ള ആ ഒരു ബൈപ്പാസ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നു മോർ ദാൻ $10 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ 2 സൈഡിലും വന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഇത് പറയുന്നത്. ടെക്നോ പാർക്കിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്, പിന്നെ ഈ ഒരുപാട് മാളുകളും സൂപ്പർ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ്, ഹോസ്പിറ്റൽസ്, അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ടുള്ളൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബൂം ഈ ഒരു കോറിഡോർ ഓപ്പൺ ചെയ്തതോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ളൊരു സാധനം പ്രത്യേകിച്ച് കേരളം പോലെ ഒരു വളരെ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ അതിന് എങ്ങനെയാണ് അത് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡ് പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ആ അർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ട് ഫ്രെയിം ചെയ്യുന്ന ഒരു സാധനമാണത്. നിങ്ങൾ പറഞ്ഞ പോലെ വിഴിഞ്ഞം, നാഷണൽ ഹൈവേ, ഹിൽ ഹൈവേ, നമ്മുടെ 4 എയർപോർട്ടുകൾ, കോസ്റ്റൽ ഹൈവേ, എയർപോർട്ടുകൾ, ഈ രീതിയിൽ നമ്മൾ ആ മൊബിലിറ്റി ഈ ഇതുണ്ടല്ലോ എന്താ പറയുക ലോജിസ്റ്റിക്സ്, അത് നമ്മൾ ഒരു പൊട്ടൻഷ്യലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് ആയാലും അല്ലെങ്കിൽ MSMEs ആയാലും ഇതൊക്കെ നമ്മൾ നമ്മുടെ സർവീസ് സെക്ടർ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന ഈ മൊബിലിറ്റി കോറിഡോർ അടക്കമുള്ള മൊബിലിറ്റി ഇതൊക്കെ തന്നെ ആ പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗപ്പെടുത്താതെ ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ഫോമിലേക്ക് പോകും. അതിപ്പോൾ ഉണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ എയർപോർട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ഞാൻ നമ്മുടെ IAMന്റെ ഡയറക്ടർ ദേബാശിഷ് ചാറ്റർജി സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമുക്ക് 4 എയർപോർട്ടുകളുണ്ട്, പക്ഷേ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ഫ്ലൈറ്റ് ഇല്ല. അപ്പോൾ അത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഇപ്പോൾ നടക്കുന്ന നമ്മുടെ ഇൻ്റർനാഷണൽ ട്രാഫിക്കിനെ നമ്മൾ 4 എയർപോർട്ടുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് ഈ എയർപോർട്ടുകളുടെ ഒരു ഡൊമസ്റ്റിക് കണക്ടിവിറ്റി വേണ്ട നിലയിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ല, ആ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ കുറേ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. കാരണം ഈ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ആ ഡൊമസ്റ്റിക് കണക്ടിവിറ്റി വളരെ പലപ്പോഴും ചിലപ്പോൾ വീക്കാകുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് പെട്ടെന്ന് വരിക, കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമല്ല, ഇപ്പോഴും സാധ്യമാകുന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം അവിടെ ഒരു ഡെഫിസിറ്റ് കിടക്കുന്നുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ മൊത്തം ഫെഡറൽ സിറ്റുവേഷനകത്ത് കിടക്കുന്ന ഒരു സെമി ഓട്ടോണമസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റിന് ഒട്ടേറെ പരിമിതികളുണ്ട്. പക്ഷേ അത് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനനുസൃതമായി 2-3 കാര്യങ്ങളൊന്ന് ചെയ്യേണ്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മൾ ഈ കോറിഡോറ്, വിഴിഞ്ഞം പോർട്ട്, ഈ ഹിൽ ഹൈവേ, ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട വിഷയം. അതിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടത്, ആ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് റീഡിസ്കവർ ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മൾ സ്പൈസസിൽ അത്ര പുറകിലല്ലല്ലോ. അല്ല. അപ്പോൾ സ്പൈസസിൽ നമ്മൾ സ്പൈസ് പ്രോസസ്സിങ്ങിൻ്റെ ലീഡേഴ്സാണ്, നമ്മളിപ്പോഴും ലീഡേഴ്സാണ്. വലിയ റെസിൻ ആ നിലയിൽ ഫ്ലേവേഴ്സിൻ്റെ നിലയിലേക്ക്, അതിൻ്റെ ഏറ്റവും വലിയ വാല്യൂ അഡീഷൻ്റെ നിലയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ പ്ലാന്റേഷൻ ക്രോപ്പുകൾ, അതിൻ്റെ റിവൈവൽ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം പ്രൊഡക്ഷൻ, ആ അർത്ഥത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ. മറ്റൊന്ന്, അതായത് കൺസംഷൻ ബേസ്ഡ് പ്രൊഡക്ഷൻ. വേറൊന്ന് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ്, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ ടൂൾസ് മേക്കിംഗ്, അങ്ങനെയുള്ള കുറേ സാധ്യതകൾ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ അതൊക്കെ കൂടെ
എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ സംജാതമായാലേ ഇത് സാധ്യമാവും. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ RBI തന്നെ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് കോർപ്പറേറ്റ് പ്രോഫിറ്റ് ഒരു 3 ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം. അവർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ കോർപ്പറേറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചിട്ടും അത് റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ആ പ്രശ്നം ഉണ്ടാവരുത്. കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാഗ്നന്റ് ആണ്. ഏതാണ്ട് 2012 മുതൽ ഉള്ള കണക്കെടുത്ത് കഴിഞ്ഞില്ല. അതെ. അപ്പോൾ ഒരു ഭാഗത്ത് ലാഭം ഉണ്ടാക്കുന്നു, പക്ഷെ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് പോയത് വേസ്റ്റായി പോകും. വേസ്റ്റ് ആവുന്നില്ല, അണ്ടർ യൂട്ടിലൈസ്ഡ് ആവും. അത് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗ്രോത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഇതിൽ ഈ ഇപ്പോൾ രവിരാമൻ ഈ പറഞ്ഞതിനകത്ത് വളരെ സിഗ്നിഫിക്കൻ്റ് ഒരു പോയിന്റ് നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ ഫെഡറൽ സംവിധാനം ഇന്ന് വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, വളരെയധികം സ്ട്രെയിൻസ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു റിസോഴ്സ് മൊബിലൈസേഷൻ കപ്പാസിറ്റി വല്ലാതെ ചുരുങ്ങിയിട്ടുണ്ട്. കാരണം GST വന്നതോടുകൂടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉയർത്താനായിട്ടുള്ള സോഴ്സസുകൾ വളരെ പരിമിതമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം പോലുള്ളൊരു സ്ഥലം അത് ആ നിലയിൽ ഒരു വലിയൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് ഈ ഫെഡറൽ സിറ്റുവേഷനിൽ വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ കേരളത്തിന് ആ അർത്ഥത്തിൽ ഒട്ടും ഗുണകരമല്ല. കേരളത്തിൻ്റെ വികസനത്തെ ഞാൻ പൊതുവെ പറയാറുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് ആസൂത്രണം തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത്. അതിന് 2-3 തലങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ഈ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ GST വന്നതിൻ്റെ പുറകിൽ പ്രധാനപ്പെട്ട റീസൺ ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒറ്റ വിപണി, ആ വിപണി കോർപ്പറേറ്റ് മാർക്കറ്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്താ, അതിലൂടെ കിട്ടുന്ന വരുമാനം, GSTയിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയെങ്കിലും നമുക്ക് സംസ്ഥാനങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയണമെന്ന്. പക്ഷേ തന്നില്ല എന്ന് മാത്രമല്ല, അത് 41% കുറച്ചു. 41 കുറച്ചു എന്ന് മാത്രമല്ല, കുറച്ചു നല്ല 41 ഫിക്സ് ചെയ്തു എന്ന് മാത്രമല്ല, എഫക്റ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വെറും 25% ഉള്ളൂ. കാരണം 25 to 30% ഉള്ളൂ. കാരണം സെസ്സും സർചാർജും വഴി അവർ പണം അങ്ങോട്ട് കൊണ്ടുപോകും. ഈ ഒരു സ്ക്യൂനെസ്, അതായത് കേന്ദ്രത്തിൻ്റെ കൺസോളിഡേഷൻ ഓഫ് പവറിനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു റിസോഴ്സ് ട്രാൻസ്ഫർ മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ. രണ്ടാമതൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് മൊത്തം കോർപ്പറേറ്റ് ക്യാപിറ്റലും ഈ ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു അലയൻസ് ഉണ്ട്. അലയൻസ് എന്ന് പറയുന്ന ഒരു ഹോമോഫിലിക് ആയിട്ടുള്ള അലയൻസാണ്. കാരണം ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലിന് അതിൻ്റേതായിട്ടുള്ളൊരു കാസ്റ്റ് കാർട്ടൽ സ്വഭാവമുണ്ട്. അത് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ പൊതുവേ പഠിക്കാൻ ശ്രമിക്കാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവർ അഥവാ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഗൗരവം അവർ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇത് ബേസിക്കലി ഒരു ബ്രാഹ്മൺ ബനിയ അലയൻസാണ് ഈ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അങ്ങനെ ഒരു കാസ്റ്റ് കാർട്ടൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഹയറാർക്കി എടുത്താൽ എല്ലാം മനസ്സിലാവും. അതിൻ്റെ ഓഡിറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഡയറക്ടർ ബോർഡ് എടുത്താൽ മനസ്സിലാവും, അക്കൗണ്ടിങ് എടുത്താൽ മനസ്സിലാവും. ഇതെല്ലാം അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആണ്. അവരും ഈ ഹിന്ദുത്വ സ്റ്റേറ്റ് വിഭാവനം ചെയ്യുന്ന ഇന്ത്യ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അലയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രത്യേകിച്ച് എസ്റ്റാബ്ലിഷ്ഡ് ലെഫ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ഈ സാമൂഹിക ഘടന ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ വിഭജിച്ച് വൃത്തമായിട്ട് അവർ അനലൈസ് ചെയ്യുന്നത്, അതിൻ്റെ മാക്രോ പിക്ചർ എടുക്കുന്നതിലൊക്കെ അവർ ഭംഗിയായിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ തന്നെ ഈ മൂലധനത്തിനും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുത്വ സ്റ്റേറ്റും ഈ കോർപ്പറേറ്റ് ക്യാപിറ്റലും തമ്മിലുള്ള അലയൻസ് അതിശക്തമായിട്ടുള്ള അലയൻസാണ്. പക്ഷേ ആ അലയൻസും കൂടെ വരുമ്പോഴത്തേക്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫെഡറൽ സർക്കാരിൻ്റെ ഈ സ്ക്യൂനെസ് ഉണ്ടല്ലോ, അത് കൂടുതൽ ശക്തമാകുന്നു, കൂടുതൽ ഇൻ ഫേവർ ഓഫ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ ആൻഡ് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. കേന്ദ്ര അധികാരത്തിൽ മാറുന്നു. അതിൻ്റെ വലിയൊരു ബെനിഫിറ്റ് പിന്നെ അദാനിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്കറിയാലോ. ഇപ്പോൾ അസറ്റ് മോണിറ്റൈസേഷൻ വരുന്നു. അസറ്റ് മോണിറ്റൈസേഷൻ വന്നാൽ ആരാ കൊണ്ടുപോകാൻ പോകുന്നത്? പബ്ലിക് സെക്ടർ വിൽക്കുകയല്ലേ. പബ്ലിക് സെക്ടർ വിൽക്കുമ്പോൾ ആദ്യം അതിന് ലഭ്യമാകുന്നത് ഇത്തരം പ്രൈവറ്റ് മൊണോപ്പൊളി ക്യാപിറ്റലിനാണ്. പക്ഷേ ആ മൊണോപ്പൊളി ക്യാപിറ്റലിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അതാണ് അതിൻ്റെ ഒരു വിഷയം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോഴത്തേലും കേരളത്തിലെ ക്യാപിറ്റലിൽ വലിയ ശതമാനം കോർപ്പറേറ്റ് ക്യാപിറ്റൽ ഇല്ലെങ്കിലും, വൻകിട കോർപ്പറേറ്റ് ഇല്ലെങ്കിലും അവരും സ്വാഭാവികമായിട്ടും കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ അദാനിയൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മുടെ എയർപോർട്ടിൻ്റെ കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ലോജിസ്റ്റിക്സിൻ്റെ കാര്യം അറിയാം, എറണാകുളത്തുള്ള. അപ്പോൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ MSMEs
ചെറിയ യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ വലിയൊരു മഷ്റൂമിൽ നടക്കുന്ന സ്ഥലമാണ് കേരളം. പക്ഷേ നമുക്കുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു റെഗുലേറ്ററി സ്റ്റേറ്റ് ഉണ്ട്. സ്റ്റേറ്റിന് ഇതിൻ്റെ മുകളിൽ ഒരു സ്വാധീനമുണ്ട്. അത് നമ്മുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അത് താങ്കളുടെ പുസ്തകത്തിൽ താങ്കൾ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതാണ്. ആ സോഷ്യൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണ് അത് ബേസിക്കലി. അവിടെ നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹിസ്റ്റോറിക്കലായിട്ട് പഠിക്കുന്ന ഒരു വിഷയം നന്നാവുന്നതാണ് തോന്നുന്നു. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം എന്നാണ് നമ്മളതിനെ വിളിച്ചിരുന്നത്. 25 years ഓഫ് ക്വാർട്ടർ സെഞ്ചുറി ഓഫ് ക്യാപിറ്റലിസം. കാരണം ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ഗോൾഡൻ ഏജ് യൂറോപ്പ് മൊത്തം സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്നു. പക്ഷേ പിന്നീട് റീകൺസ്ട്രക്ഷനിലൂടെ അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വലിയൊരു കോർപ്പറേറ്റ് ലാഭം ആ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സോഷ്യൽ ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ. അപ്പോൾ അത് ഗോൾഡൻ ഏജ് ഓഫ് ക്യാപിറ്റലിസം ഇപ്പുറത്ത് നമ്മൾ പറയുമ്പോൾ അത് ഗോൾഡൻ ഏജ് ഓഫ് സോഷ്യലിസം കൂടി ആയിരുന്നു എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ കേരളത്തിൽ സാധ്യമാവേണ്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ക്യാപിറ്റൽ വരുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ അവരെ നമ്മൾ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഒരു റെഗുലേറ്ററി സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ് ഒരു ഹയർ ഫോം ഓഫ് സോഷ്യൽ ഡെമോക്രസി ആവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഈ പുതിയ ക്യാപിറ്റൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു അദാനിയെ പോലുള്ളൊരു ഓൾ ഇന്ത്യ ലെവലിലുള്ള കക്ഷികളെല്ലാം കടന്നു വരുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു എന്താ പറയുന്നത് ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു വലിയ കക്ഷികൾ വളർന്നു വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ NRK എന്ന് പറയാവുന്ന നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു വളർച്ച അവർക്കുണ്ട് പല മേഖലയിലും. തീർച്ചയായിട്ടും അത് വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മുടെ ഇൻഡിജിനസ് ക്യാപിറ്റൽ, നമ്മുടെ ക്യാപിറ്റൽ, മലയാളി ക്യാപിറ്റൽ കടന്നു വരുന്നു. അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനം മാറുന്നു, ഭരണ സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. ഇതൊക്കെ തന്നെ ഇവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അല്ലെങ്കിൽ അവർ കുറേ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ട്രേഡ് യൂണിയൻസ് ആ അർത്ഥത്തിൽ അങ്ങനെയല്ല ഇന്ന് ഫങ്ഷൻ ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻസ് കുറേ കൂടെ ഒരു എന്താ പറയുക ഒരു കോംപ്രമൈസിങ് വളരെ നിർജീവമായിട്ട് അവർ നിർജീവമാണെന്ന് നമ്മൾ പറയേണ്ടതെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ഫേസിൽ സംഭവിച്ചത്. ഒരു ഇൻഡസ്ട്രിക്ക് താങ്ങാനാവാത്ത വിധത്തിൽ ഒരു വേജ് പ്രഷർ വരുമ്പം ആ ഇൻഡസ്ട്രിക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ അടച്ചു പൂട്ടുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകുക. ഈ രണ്ട് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ അവർ സ്വീകരിച്ചു, ചിലത് അടച്ചു പൂട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളത് തൊഴിലാളികളും തിരിച്ചറിയുന്നുണ്ട്, ട്രേഡ് യൂണിയനും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഉള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈബ്രിഡ് ഡെവലപ്മെൻറ്റലിസം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഒരുമിച്ച് നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിസ്റ്റത്തെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. നമുക്ക് സോവിയറ്റ് റഷ്യയുടെ കാര്യം അറിയാലോ. സോവിയറ്റ് റഷ്യ ആ അർത്ഥത്തിൽ കൊളാപ്സ് ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് അത് എമർജ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്യാപിറ്റലിനും കൂടെ ഒരു പ്രസൻസോട് കൂടിയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഇത് സാധ്യമാവൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ ഒരു പ്രാധാന്യം കുറച്ച് കാണുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ലോക്കൽ ക്യാപിറ്റലിൻ്റെ, മലയാളി ക്യാപിറ്റലിൻ്റെ അത് സേതു പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അത് ഓർമ്മിപ്പിച്ചാൽ നന്നായി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ് കേരളത്തിൽ നടക്കുന്നത്. ആ അർത്ഥത്തിലും അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. ഒരുപക്ഷെ അവർ തന്നെ ആയിരിക്കില്ല അത് മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു പുതിയ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ ക്ലാസ് മലയാളിയിൽ നിന്ന് എമർജ് ചെയ്യുന്നു. അവർ സ്വാഭാവികമായിട്ടും അവർ വെൽപെയ്ഡാണ്, അവരത്ര അണ്ടർപെയ്ഡ് അല്ല. സ്വാഭാവികമായിട്ടും അതിൽ എംപ്ലോയ് ചെയ്യപ്പെടുന്ന വർക്കേഴ്സ് അവരും ആ അർത്ഥത്തിൽ അണ്ടർപെയ്ഡ് അല്ല. നമുക്കറിയാലോ കേരളത്തിൻ്റെ ഓൾറെഡി വേജ് റേറ്റ് എന്ന് പറയുന്നത് നാഷണൽ വേജിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം. അതുകൊണ്ടാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ആ അർത്ഥത്തിൽ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ മാഗ്നറ്റ് വെൽഫെയർ സ്റ്റേറ്റാണ് കേരളം എന്ന് പറയാറുണ്ട്. അത്രമാത്രം മാഗ്നറ്റിക് എഫക്റ്റാണ് ഈ വേജ് റേറ്റിൻ്റെ വർധനവിലുള്ളത്. അത് നമ്മളെ മലയാളിക്കും അനുഭവിക്കുന്നുണ്ട്. മലയാളി പിന്നെ എന്താ പറയുക ആക്ച്വൽ ലേബർ മാർക്കറ്റ് വേജില്ലേ, ഒരു 700 to 800, അതിനേക്കാളും മുകളിലാണ് അദ്ദേഹം മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിലും എക്കോണമിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന എക്സ്ട്രാ ഗ്രോത്ത്, എക്സ്ട്രാ റിസോഴ്സസ്, അല്ലെ എക്സ്ട്രാ സർപ്ലസ്, അത് കുറേ കൂടെ ഭംഗിയായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം കേരളത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പല ഇൻഡിജിനസ് മലയാളീസും വളരെ ധൈര്യത്തോടെ അഭിമാനത്തോടെ ഇവിടെ തന്നെ ബിസിനസ് വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ കാരണം.
അല്ല, അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞിരുന്നാൽ കേരളത്തിനകത്ത് ഈ പറയുന്ന മലയാളി ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇപ്പം ഹോസ്പിറ്റാലിറ്റി സെക്ടർ എടുത്താലും ഹെൽത്ത് സെക്ടർ എടുത്താലും എല്ലാം തന്നെ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പം യൂസുഫ് അലി അല്ലെങ്കിൽ മുഹമ്മദ് അലി, അങ്ങനെ പലരും അങ്ങനെ ഉള്ള പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. വേറെ അല്ലാതെ ഇപ്പം എന്താണ് ഡയറി സെക്ടർ, ഇങ്ങനെ പല മേഖലയിലെടുത്താലും വരുന്നുണ്ട്. അതുപോലെ IT, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇത് ഇപ്പം താങ്കൾ പ്ലാനിംഗ് ബോർഡ് പോലുള്ളൊരു ബോഡിയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് റിയലൈസ് ചെയ്തും കൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള പോളിസി ഫ്രെയിംവർക്കുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഞങ്ങൾ ആസൂത്രണ ബോർഡിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയം പറയാം. അതായത് പ്രൈവറ്റ് ക്യാപിറ്റൽ ഇത്തരം സെക്ടറിൽ വരുമ്പോഴത്തേക്കിലും അതൊരു പബ്ലിക് ഗുഡ് എന്ന രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഇപ്പോൾ പ്രൈവറ്റ് ക്യാപിറ്റൽ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് വേറൊരർത്ഥത്തിൽ പബ്ലിക് ഗുഡാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കിലും ഈ പബ്ലിക് ഗുഡിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പണം നമുക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് കുറക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുറയ്ക്കുകയെന്ന് വെച്ചാൽ മറ്റു മേഖലയിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. അങ്ങനെ ഒരു പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ചെയ്യും. അർത്ഥത്തിലൊരു മൾട്ടിപ്ലയർ ഇമ്പാക്റ്റ്. എക്സാക്ട്ലി വേറൊരു തരത്തിൽ മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഭയം നമുക്കുണ്ടല്ലോ. ആ ഭയം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരം ഡിമാൻഡ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് മാറിയെന്ന് നമ്മൾ ആ പണം എടുത്തിട്ട് ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. സർക്കാരിന് കുറച്ചും കൂടെ ഒരു ഫിസിക്കൽ സ്പേസ് കിട്ടും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ. അങ്ങനെ ഒരു ലെവലിലാണ് ഇപ്പോൾ കേരളം ഇരിക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും കേരളം ഒരു രീതിയിലും ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ കോംപ്രമൈസ് ചെയ്യാറില്ല. കാരണം അത് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളെ ഈ നവോത്ഥാന മൂല്യത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഒരു ഈഗാലിറ്റേറിയനിസമാണ് കേരളത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ആ ഈഗാലിറ്റേറിയനിസത്തിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വെൽബീയിങ് അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരം മേഖലകൾ കൂടുതൽ അവരുടെ സർവീസ് എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസോഴ്സ് കുറച്ചും കൂടെ മറ്റു രീതിയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. അത് നമ്മൾ ആസൂത്രണ ബോർഡിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ ഇപ്പം കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ തുടർച്ചയായ ഒരു ഭരണം നിൽക്കുന്നു. അങ്ങനെയുള്ള ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ വലിയ ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മുടെ പോപ്പുലർ മീഡിയ നോക്കി കഴിഞ്ഞിരുന്നാൽ കേരളം വളരെ ഒരു കടക്കണിയിലാണ്. കേരളം സാമ്പത്തികമായിട്ട് വലിയ ഇതാണ്. എനിക്ക് തോന്നുന്നത് കണ്ണൻ സാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ജനതയും ദാരിദ്ര്യത്തിലുള്ള സർക്കാരും എന്ന് പറയുന്ന ഒരു 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 ഡൈക്കോട്ടമി കേരളത്തിനുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനോ? കാരണം പലപ്പോഴും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഫിസിക്കലായിട്ടുള്ള കൺസ്ട്രെയിൻസ് കേരളത്തിൻ്റെ കൺസ്ട്രെയിൻസ് എന്നുള്ള നിലയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ട്. ഞാൻ KP കണ്ണനും അതുപോലെ താങ്കളും സൂചിപ്പിച്ചതുപോലെ ഈ പബ്ലിക് മീഡിയ അല്ലെങ്കിൽ ഓപ്പോസിഷൻ ഇവർ എപ്പോഴും ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിനോട് എനിക്ക് വലിയൊരു വിയോജിപ്പുണ്ട്. ഞാൻ ചിലപ്പോഴെങ്കിലും ഈ പബ്ലിക് മീഡിയയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെയല്ല നമ്മൾ ഈ കടത്തെ കാണേണ്ടത് എന്നുള്ളതാണ്. കടത്തെ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് ഡെറ്റ് ഇൻ ഇറ്റ് സെൽഫ് അത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അതിന് നമ്മൾ മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ ഒരു റിലേഷനിലായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും റേഷ്യോ എടുക്കുന്നത്. സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടം എടുക്കാനുള്ള ഒരു അഫോർഡബിലിറ്റി ഉണ്ട്. കാരണം ആ കടം എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഒരു വീട് വെക്കുന്നത്? നമ്മുടെ ഒരു ലോൺ എടുത്തിട്ടാണ് വെക്കുന്നത്. അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് ഫോം തന്നെയാണ് ഈ സ്റ്റേറ്റ്, ഗവൺമെൻറ് എന്നൊക്കെ പറയുന്നത്. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കിലും ലോൺ എടുക്കുക അല്ലെങ്കിൽ കടം എടുക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. മാത്രമല്ല ലോകരാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആ ലെവലിലെത്തിയിരിക്കുന്നത് ഈ കടം എടുത്തിട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഡെറ്റും GDPയും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് നോക്കിയാണ് നമ്മൾ എക്കോണമിസ്റ്റുകൾ ഇതിനെ വിലയിരുത്താറ്. വളരെ കുറഞ്ഞിട്ടുണ്ട്. ഡെറ്റ് GDP റേഷ്യോ കേരളത്തിൽ വളരെ കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 33% ഉണ്ട് ഇപ്പോഴും. അത് കൂടുതലല്ല എന്നുള്ളതാണ്. കാരണം അത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതേ നമ്മൾ നോക്കുന്നുള്ളൂ.
സസ്റ്റൈനബിൾ ആണെങ്കിൽ അത് പോസിറ്റീവാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞങ്ങളൊക്കെ. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്കോണമിയിൽ വേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പക്ഷെ അവിടെയും ഒരു പ്രശ്നം വരുന്നത് കേരളം ഈ കടമെടുത്തിട്ട് നമ്മളെ ക്യാപിറ്റലിലെ ഇൻവെസ്റ്റ്മെന്റിലേക്കല്ല പോകുന്നത്, പലപ്പോഴും അത് റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്കാണ് അതെ പോകുന്നത്. അതെ അതെ അതിലും ഒരു ചെറിയൊരു മിസ്കൺസെപ്ഷൻ ഉള്ളത്, നമ്മൾ ഈ ഡിവിഷൻ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഡിവിഷനാണ്. ഏത് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്ന ഒരു, അല്ലെങ്കിൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ, നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്. കാരണം കേരളത്തിൻ്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ നോളജ് എക്കോണമിയാണ് ആണല്ലോ. നോളജ് എക്കോണമിയിലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ നോളജ് ഇൻപുട്ടിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക വേണ്ടത്, ആ ക്വാളിറ്റി കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കുക വേണ്ടത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലിൽ തന്നെ ഷാർപ്പൻ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് ഇന്നുണ്ടായിട്ടുണ്ട്. കാരണം നോളജ് എക്കോണമി സൺറൈസ് സെക്ടറാണ്, MSMEs ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങേയറ്റം കോമ്പറ്റീറ്റീവായിട്ടുള്ള ചെറുപ്പക്കാർ വേണം, അങ്ങേയറ്റം കോമ്പറ്റീവായിട്ടുള്ള അധ്യാപകർ വേണം, ഏറ്റവും ക്വാളിറ്റിയുള്ള നേഴ്സുമാർ വേണം. ഇതൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നോളജ് എക്കോണമിയൊന്നും ആ അർത്ഥത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കൂട്ടാനും പറ്റിയിട്ടുണ്ട്. കാപ്പെക്സ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അത് നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കാപ്പെക്സ് ആസ് എ പ്രൊപ്പോർഷൻ ഓഫ് GDP എന്ന് പറയും, അതും കേരളത്തിൽ കാര്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് ലോക്കൽ ലെവൽ, ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ ലോക്കൽ ലെവലിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കാര്യമായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഡിസ്കോഴ്സ് പൊളിറ്റിക്സ് ഉണ്ട്, ഒരു വ്യവഹാര രാഷ്ട്രീയം പലപ്പോഴും കേരളത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മൂടിവെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളം അങ്ങേയറ്റം ഭംഗിയായിട്ടാണ് കേരളത്തിൻ്റെ ഫിസ്ക്കൽ മാനേജ്മെൻറ്റ് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ താങ്കൾ സൂചിപ്പിച്ചൊരു നോളജ് എക്കോണമിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്, അത് ശരിയാണ്, വളരെ ഇതാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ കേരളത്തിൻ്റെ ഈ നോളജ് എക്കോണമി എന്ന് പറയുന്നതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു വലിയ ലാക്ക് കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഉള്ള വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. കേരളത്തിൽ ഈ നോളജ് എക്കോണമിയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ നോളജ് ഡിസമിനേഷന് വേണ്ടിയിട്ടുള്ള നല്ല സ്ഥാപനങ്ങളില്ല, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല, നല്ല പഠനങ്ങൾ. അത് ഏത് വിഷയം എടുത്താലും, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ വളരെയധികം പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ഇതിനെ ഏത് നിലയിൽ കാണുന്നത്? അല്ല, ഹയർ എഡ്യൂക്കേഷനിൽ കുറേ ചാലഞ്ചസ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സിലബസ് അടക്കമുള്ള പല കാര്യങ്ങളിലും വളരെയധികം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളിന്നൊരു കട്ടിംഗ് എഡ്ജ് നോളജ് എന്നൊക്കെ പറയുന്ന ഒരു നിലയിലേക്ക് വരുന്ന പഠന രീതികളോ സൗകര്യങ്ങളോ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒക്കെ വളരെ ദുർലഭമായിട്ട് ഉണ്ടെങ്കിലേ ഉള്ളൂ. അതെ, അല്ല, കുറച്ച് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. അതായത് ഈ പരീക്ഷാ സമ്പ്രദായം, അല്ലെങ്കിൽ പഠന രീതി, അല്ലെങ്കിൽ നമ്മളെ പുതിയ റിസർച്ച് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയും ക്യാമ്പസും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്, അവിടെയാണ് താങ്കൾ ആദ്യത്തെ ചോദിച്ചത് തുടർച്ച എന്ന് പറയുന്ന വിഷയം, കഴിഞ്ഞ 5 വർഷമായിട്ട് ഇതിൽ വലിയൊരു കുതിപ്പുണ്ടായിട്ടുണ്ട്. ഈ ക്യാമ്പസും ഇൻഡസ്ട്രിയും തമ്മിൽ വലിയ ബന്ധം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കേരളത്തിലെ ITIകൾ നോക്കിക്കോളൂ. ആ ITIയിൽ ഈ വലിയൊരു ഓൾ ഇന്ത്യ ബേസ് ആയിട്ടുള്ള ക്യാപിറ്റൽ പല തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലയിടത്തും സ്കില്ലിങ്ങിന് വേണ്ടി അവർ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ സിദ്ധൈറ്റ് പോലെയുള്ളതും ജിയോജിത്ത് പോലെയുള്ള സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ പിന്നെ വൻകിട കാർ കമ്പനികൾ നമ്മുടെ ITIനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഡിപ്ലോമ എഞ്ചിനീയേഴ്സിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അലയൻസ് അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. വലിയൊരു സിനർജിയാണത്. പ്രൈവറ്റ് ക്യാപിറ്റലും നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന പബ്ലിക് ക്യാപിറ്റലും, ഏത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ സയൻസ് പോലുള്ള ഡിവിഷനിൽ കുറേ കൂടെ മാറ്റം വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒന്ന് എന്താ പറയുക, ടോപ്പ് സെൻറ്റേഴ്സ്, റിസർച്ച് സെൻറ്റേഴ്സ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കുറേ സംഭവം. അതോടൊപ്പം തന്നെ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവ്നെസ് എപ്പോഴും നല്ലതാണ്. അതിനർത്ഥം ആ കോമ്പറ്റീഷനിൽ പുറകിൽ പോകുന്ന ആൾക്ക് ഒരിക്കലും സ്പേസ് ഉണ്ടാവരുതെന്നല്ല. അവർക്കുള്ള സ്പേസ് എഷ്യൂർ ചെയ്തുകൊണ്ട് തന്നെ ഈ കോമ്പറ്റീറ്റീവ്നെസ് സാധ്യമാകും. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഞാൻ ഇന്ന് കുസാറ്റ് കോളേജിൽ പറഞ്ഞതുപോലെ, യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കുട്ടികളുടെ ചിന്ത എന്ന് പറയുന്നത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു സാധ്യതയാണ് അവർ ആലോചിക്കേണ്ടത്. അല്ലാതെ കൊച്ചിയിലുള്ള സാധ്യത എന്താണ്, തിരുവനന്തപുരത്തെ സാധ്യത എന്താണ് എന്നല്ല. ഇറ്റ്സ് എ ഗ്ലോബൽ വേൾഡ് നൗ. യു ആർ ഓൾ ഗ്ലോബൽ സിറ്റിസൺസ്.
നമ്മളെ യൂത്ത് എന്ന് പറയുന്നത് ഗ്ലോബൽ സിറ്റിസൺസ് ആണ് അവർ. അപ്പോൾ എപ്പോഴും അവർക്ക് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധ്യതയാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ഒരു വലിയൊരു സാധ്യതകൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഈ തുടർച്ച എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇന്നൊവേറ്റബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആ തുടർച്ച സാധ്യമാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റൊരു ലെവലിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇവിടെ വളരെയധികം കേരളത്തിൽ എന്താ പറയുന്നത്, വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അത് ഏതാണ് ഒരു അലാമിംഗ് ലെവലിലെത്തി. കേരളത്തിലെ കോളേജുകളിൽ കുട്ടികളില്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ഇതിനെ രണ്ട് രീതിയിലും കാണുന്നുണ്ട്. ഒന്ന്, കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികൾ ഓടിപ്പോവുകയാണെന്ന് പറയുന്ന ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമുണ്ട്. മറ്റേതിപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി തേടുന്ന നിലയിലേക്ക് ഇവിടുത്തെ യുവാക്കളും യുവതികളും പോകുന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. ഇത് രണ്ടിലും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള, ഇപ്പോൾ താങ്കളടക്കം വിദേശ സർവകലാശാലകളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു അക്കാഡമിക് മെറിറ്റിൻ്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിലയിലാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോകുന്നതിൽ നല്ലൊരു ശതമാനവും അവിടുത്തെ ഒരുതരം അത്ര അക്കാഡമിക്കലി മുന്നിട്ട് നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലല്ല പോകുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ഫോർ പ്രോഫിറ്റ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എന്താ പറയുന്ന ഡിഗ്രി മിൽസുകളിലേക്കാണ് പോകുന്നതെന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിന് എങ്ങനെയാണ് അത്, പ്രത്യേകിച്ച് താങ്കൾ ഒരു വിദേശ എക്സ്പീരിയൻസ്? അതെ, അത് ഈ ചോദ്യം പലപ്പോഴും ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് പബ്ലിക് ഡിസ്കഷനിൽ. എൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സംസാരിച്ചതുപോലെ തന്നെയാണ്. കുട്ടികൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ പോകുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ അവർക്കതിനുള്ളൊരു അഫോർഡബിലിറ്റി ഉണ്ട്. അതിനർത്ഥം ആ ലെവലിലൊരു പ്രോസ്പെറിറ്റി കേരള എക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുട്ടികൾ തന്നെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോൺ കിട്ടിയെന്ന് വരും. കുട്ടികൾക്ക് പോയി ലോൺ എടുക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ പാരൻസ് പോയാൽ ലോൺ കിട്ടിയെന്ന് വരും. അതിനർത്ഥം കുട്ടികളെല്ലാവരും പോകണമെന്നല്ലല്ലോ. പക്ഷേ അതിന് നമ്മൾ എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് കാണുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴും താങ്കൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്. കുട്ടികൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഐവി ലീഗ് പോലുള്ള സ്ഥാപനങ്ങളിലല്ലല്ലോ എത്തിപ്പെടുന്നത് സാധാരണ. അത് നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കുറച്ച് ചിലപ്പോൾ ഫീസ് കുറവായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ കുട്ടികൾ അറിയാതെ അവിടെ പോയി അപ്ലൈ ചെയ്യും, അവിടെ എത്തിപ്പെടും. അത് ആ അർത്ഥത്തിൽ വലിയ കോമ്പറ്റീറ്റീവ് ആവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നല്ലൊരു ശതമാനം കുട്ടികളും തിരിച്ചു വരുന്നുണ്ട്. കുറേ കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ചൈന എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചൈനീസ് കുട്ടികൾ കണ്ടമാനം ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടികൾ ചൈനയിൽ നിന്ന് വിഡ്രോ ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി ഓസ്ട്രേലിയയിലാണ് കുറച്ച് കുറഞ്ഞ ഫീസുള്ളതെന്ന്. ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ചൈന തന്നെ ഒരു തീരുമാനം എടുത്തു, എന്തിനാണ് നിങ്ങൾ അങ്ങ് പുറത്തേക്ക് പോകുന്നത്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡെവലപ്പ് ചെയ്താൽ പോരെ. ചൈന ആ അർത്ഥത്തിൽ വളരെ ക്ലവറാണ്. കാരണം അവരപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ പുറത്തു പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആളുകൾ എന്ന് വെച്ചാൽ നമ്മളെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന മലയാളികൾ, അവരുടെ സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചൈന ആ അർത്ഥത്തിൽ അവരുടെ ഗ്രോത്ത് വളർത്താൻ ശ്രമിച്ചു. രണ്ടാമത്, ഈ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തലത്തിലേക്ക് ചൈനയിലുള്ള യൂണിവേഴ്സിറ്റീസ് അവരുടെ സ്റ്റാൻഡേർഡും ഫെസിലിറ്റീസും വർദ്ധിപ്പിച്ചു. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ എണ്ണത്തിലാണ് പലപ്പോഴും കൂടുതൽ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു യൂണിവേഴ്സിറ്റിയും കൂടെ ആവാം, അല്ലെങ്കിൽ ഒരു സെൻറ്ററും കൂടി ആവാം, അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് ഒരു ഡീനെയും കൂടെ വെച്ച് കളയാം. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഉള്ള സ്ഥാപനത്തെ തന്നെ അങ്ങേയറ്റം കോമ്പറ്റീറ്റീവ് ആക്കാം. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഞാൻ മറന്നുപോയി. സെൻറ്റർ ഓഫ് എക്സലൻസുകൾ. പക്ഷേ സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഈ സർക്കാർ കുറച്ച് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസ് നല്ല രീതിയിലാണ് വിഭാവനം ചെയ്തത്. പക്ഷേ കുറച്ച് മാത്രമേ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയുള്ളൂ. ആ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവായിട്ട് മാറ്റുക. അതാണ് ചൈനയൊക്കെ ചെയ്യുന്നത്, സ്വന്തം സ്ഥാപനങ്ങൾ. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോവില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ തന്നെയുള്ള ആ സോഷ്യൽ മെട്രിക്സ് ഉണ്ടല്ലോ, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, അതിലും കുറേ മാറ്റം വരാനുണ്ട്. കുട്ടികൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം വേണം. കുട്ടികൾക്ക് രാത്രി പുറത്തു പോയി സംസാരിക്കാനും അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കാരണം അതൊരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻ്റലക്ച്വൽ പ്രോസസ്സ്. ആ പ്രോസസ്സിലൂടെയാണ് കുട്ടികൾ കുറേ കൂടെ കോമ്പറ്റീറ്റീവ് ആവുകയും കുട്ടികൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് കഴിയുകയും അവരൊരു ഗ്ലോബൽ പ്രോപ്പർ സിറ്റിസണായിട്ട് മാറുകയും ചെയ്യുന്നത് ആ കോണ്ടസ്റ്റിലാണ്.
അങ്ങനെ ഒരു സോഷ്യൽ എൻവയോൺമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ കേരളം ഈ അടുത്ത കാലത്ത് ആ അർത്ഥത്തിൽ കുറച്ച് മോശമാണ്, കുറച്ച് ഭീകരമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം വെസ്റ്റേൺ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത സേതു, അതൊരു എൻലൈറ്റൻഡ് സൊസൈറ്റിയാണ് പല രീതിയിലായാലും. അവിടെ ഒരു മൈഗ്രൻസിനെതിരെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മൈഗ്രൻസിനെതിരെ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, പല നിലയിലും തിരിച്ചു വരുന്ന റേസിസം ഉണ്ട്. റേസിസം ഞാൻ കേരളത്തിൽ കാസ്റ്റിസം ആ അർത്ഥത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ മറ്റു രീതിയിൽ അതൊക്കെ വളരെ സ്വാഭാവികമാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ഈ സാധ്യത തിരിച്ചറിയാവുന്ന രീതിയിൽ നമ്മൾ റിസോഴ്സ് കുറേ കൂടെ ഭംഗിയായിട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക, ഒരു പബ്ലിക് സ്പിയർ. ആ പബ്ലിക് സ്പിയർ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇല്ലല്ലോ, ഇറ്റ്സ് ഗെറ്റിംഗ് ഫ്രാഗ്മെൻറ്റഡ്. കമ്മ്യൂണൽ അറിയാലോ നമുക്ക്, ഭയങ്കര റിവൈവലിസം നടക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ പകുത്തെടുത്തുകൊണ്ടിരിക്കുക. താങ്കൾക്കാണ് എന്നെക്കാളും നന്നായിട്ട് അയോധ്യ അറിയാവുന്നത്. ഈ അയോധ്യയുടെ ഇത്രയും കിലോമീറ്ററിനകത്ത് മാത്രമേ ഇപ്പോൾ ഇത് പാടുള്ളൂ എന്നുണ്ട്, ഏത് വെജിറ്റേറിയൻ ഫുഡ് പാടുള്ളൂ എന്നുണ്ട്. ഏത് സമയത്താണ് അടുത്ത 5 കിലോമീറ്റർ എൻക്ലോസ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ ഹിന്ദുത്വ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ എൻക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പേസ് എൻക്ലോസ് ചെയ്ത് വരിക. ഭാഗ്യത്തിന് കേരളം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തെ ചില സംഭവങ്ങൾ ആ അർത്ഥത്തിൽ പോസിറ്റീവ് അല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതാണ്ട് ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഡിങ് പാർട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം രവി രാമൻ്റെ ഒരു പ്രധാന പഠന മേഖല കേരളത്തിലെ പ്ലാന്റേഷൻ എക്കോണമിയായിരുന്നു. പ്ലാന്റേഷൻ എക്കോണമിയുടെ ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ എവല്യൂഷനൊക്കെ രവിയുടെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയമായിരുന്നു. ഇപ്പം ഈ പ്ലാന്റേഷൻ സെക്ടറിനെ കുറിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ ഭൂമിയുടെ അവകാശത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ദളിതരുടെയും ആദിവാസികളുടെയും ഭൂമി ഇല്ലായ്മയും ഈ ഒരു ഭൂമിയുടെ ഒരു കോൺസെൻട്രേഷൻ കേരളത്തിലുള്ളത് ഈ പ്ലാന്റേഷൻ സെക്ടറാണ്. എങ്ങനെ ഇതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും? അതെ, അത് വലിയൊരു വിഷയമാണ്. താങ്കൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഭൂമിയുടെ വിതരണം, അല്ലെങ്കിൽ ഈ ദളിതരുടെ ആദിവാസികളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള അവരുടെ അവകാശം, ആ അവകാശം അംഗീകരിക്കുന്ന രീതിയിലാണ് ഭരണനിർമ്മിതി കേരളത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്നത് റൈറ്റ് മേക്കിംഗ് സ്റ്റേറ്റ് മേക്കിംഗ് പ്രോസസ്സാണ്. റൈറ്റ് മേക്കിംഗ് ആണ് സ്റ്റേറ്റ് മേക്കിങ്ങിന് ഉണ്ടാക്കുന്നത്, സ്റ്റേറ്റ് മേക്കിംഗ് തിരിച്ച് റൈറ്റ് മേക്കിംഗ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ നേരത്തെ നമ്മുടെ അജണ്ട ലാൻഡ് റിഫോംസ് ആയിരുന്നല്ലോ. ഓൾഡ് ലെഫ്റ്റിൻ്റെ അജണ്ട ലാൻഡ് റിഫോംസ് ആയിരുന്നു. നമുക്കറിയാം, കുടിയെടുപ്പ് അവകാശം അല്ലെങ്കിൽ ലാൻഡ് റിഫോംസ് വന്നു, കുറേ പേർക്ക് ഭൂമി കിട്ടി. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ആ അജണ്ടയിൽ നിന്ന് മാറി അവർക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് നൽകുക, എന്നാൽ അതോടൊപ്പം അവർക്ക് ലാൻഡും ലഭ്യമാക്കുക. ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് കാണിക്കുന്നത് ഈ ലൈഫ് മിഷനിലൂടെയൊക്കെ, അത് അത്ര നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. കാരണം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വീടും കിട്ടുന്നുണ്ട്, കുറച്ച് ഭൂമിയും കിട്ടുന്നുണ്ട്. അതൊരു വലിയൊരു ഷിഫ്റ്റാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. വലിയൊരു വിജയമാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്, വലിയൊരു വിജയമാണ് എന്ന് കരുതി നമ്മൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ കേന്ദ്രീകരണം അവിടെ ഇല്ലേ? പല സ്ഥലത്തും ഉണ്ട്. പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ച പോലെ തോട്ടം മേഖലയിലുണ്ട്. തോട്ടം മേഖലയിൽ ആകെ കൂടെ ഒരു റാഡിക്കൽ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അച്യുതമേനോനും നേരത്തെ EMS ഒക്കെ അടക്കമുള്ളവരാണ്. പക്ഷേ അത് അർത്ഥത്തിൽ വ്യാപകമായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തോട്ടം ഭൂമി ഒരു ചർച്ചാ വിഷയമായി വീണ്ടും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഒരു രീതിയിലും ഭൂമിയുടെ ആ അർത്ഥത്തിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും, കാരണം തോട്ടം തൊഴിലാളികൾക്കും ഭൂമിയില്ലല്ലോ. തോട്ടം നിലനിർത്തി വന്ന തോട്ടം തൊഴിലാളികൾക്കും ഭൂമിയില്ല. അപ്പോൾ അവർക്ക് വീട് വെക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് ഭൂമി ലഭ്യമാക്കാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ ഈ തോട്ടം ഭൂമി കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സംവിധാനം. കാരണം ഈ ഒരു പുതിയ എക്കോണമിയുടെ ലെവലിലും പുതിയൊരു കാർഷിക വൃത്തിയുടെ നിലയിൽ ഈ തോട്ടം തന്നെ പുനഃസംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലേ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ മോണോകൾച്ചർ പ്ലാന്റേഷനായിട്ട് ഇങ്ങനെ നിലനിർത്തുക, എന്നിട്ട് അതിൻ്റെ മൊണോപ്പൊളി ഏതാനും കൈകളിൽ മാത്രം ഒതുങ്ങുക. മാത്രമല്ല, അവർ പലപ്പോഴും സർക്കാരിൻ്റെ പലതിനോട് റെസ്പോണ്ട് ചെയ്യാറുമില്ല. ഇപ്പം ഞാൻ തന്നെ പലതവണ ശ്രമിച്ചിട്ടുണ്ട് മറ്റ് രീതിയിൽ. ലാൻഡിൻ്റെ റവന്യൂ നമുക്കറിയാമല്ലോ, ലാൻഡ് ടാക്സ് ഒക്കെ അർത്ഥത്തിൽ അത്ര ഫലപ്രദമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കിലും ഇത് അതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് താങ്കൾ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ കേരള എക്കോണമിയുടെ ട്രാൻസ്ഫോർമേഷനിൽ അതിന് മാത്രമായിട്ട് അതിനെ അങ്ങനെ നിർത്താൻ പറ്റില്ല. അതിനെ കൂടെ ഈ പ്രോസസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്യാവുന്നത് സ്വാഭാവികമായിട്ടും ഈ ആദിവാസി, ദളിത്, തോട്ടം തൊഴിലാളി വിഭാഗങ്ങൾക്കുള്ള ഭൂമി ലഭ്യമാക്കുക, അവരുടെ വീട് ലഭ്യമാക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പുതിയ ലെവലിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ,
മോണോകൾച്ചർ പ്ലാന്റേഷന് പകരം പുതിയ രീതിയിലുള്ള ഡൈവേഴ്സിറ്റി, ഫ്ലോറിക്കൾച്ചർ, ഫ്രൂട്ട്സ്, ഇതിൻ്റെയൊക്കെ ഒട്ടേറെ സാധ്യതകൾ കേരളത്തിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഇൻറ്റേർണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ മാർക്കറ്റാണ്. കാരണം മൊത്തം എക്കോണമി സമൃദ്ധിയിലേക്ക് പോയല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കിലും വലിയൊരു മാർക്കറ്റ് ഇവിടെയുണ്ട്. ഇൻറ്റേർണലായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാം. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ എയർപോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ഫ്ലോറിക്കൾച്ചറിൻ്റെ ഒരു MSME വരുന്നു എന്ന് വിചാരിച്ചോളൂ, ഈ വയനാട് കേന്ദ്രീകരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു സിനർജി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ ലാൻഡ് റിലേഷൻസിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് തോട്ടം ഭൂമിയിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അവസാനമായിട്ട് ഒരു ചോദ്യത്തിൽ നമ്മളൊന്ന് നടത്താം. കാരണം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയുടെ നിലനിൽപ്പെന്ന് പറയുന്ന ഏതാണ്. എക്കോളജി എന്ന് പറയുന്നത് ഇന്ത്യയിലും കേരളത്തിലും മാത്രമല്ല ലോകമാകെയുള്ള ഏറ്റവും വലിയ കൺസേണായി മാറിയിട്ടുണ്ട്. താങ്കൾ എക്കോ സ്പേഷ്യൽ ഇതിനെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. എങ്ങനെയുണ്ട് അത് നമ്മുടെ പോളിസി മേക്കിങ്ങിൽ? പലരും ആലങ്കാരികമായിട്ട് പറയുമെന്നുള്ളതല്ലാണ്ട് പോളിസി മേക്കിങ്ങിലും ഭരണ നിർവഹണ സംവിധാനത്തിലും എല്ലാം എപ്പോഴും അതിന് യാതൊരു പരിഗണനയും വേണ്ട നിലയിൽ കിട്ടുന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരു പരിധിവരെ ഞാൻ താങ്കളോട് യോജിക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു ആസൂത്രണത്തിൽ വരുന്ന ചില വിഷയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആസൂത്രണം പലപ്പോഴും സെക്ടറലാണ്. ഒരു സെക്ടറിനെ ലൊക്കേറ്റ് ചെയ്യുക, ആ സെക്ടറിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള ഒരു രീതി, അതൊരു സൈലോസിൽ കിടക്കുകയാണ്. ഈ സെക്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർസെക്ടറൽ ഒരു ഡൈനാമിക്സ് വേണ്ടത്ര ക്യാപ്ചർ ചെയ്തുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് ഇൻ്റർസെക്ഷനലും അല്ല. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ദളിത് ആദിവാസി വിഭാഗങ്ങളെ എങ്ങനെ ഇതിനകത്തേക്ക് ഉൾച്ചേർത്തുകൊണ്ട് ഒരു വികസനം സാധ്യമാവും എന്ന രീതിയിലും വരുന്നില്ല. അപ്പോൾ ഒരേ സമയത്ത് ഇൻ്റർസെക്ടറലുമാണ് ഇൻ്റർസെക്ഷനലും ആവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്ലാനിങ് മാറണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് സ്പേഷ്യൽ പ്ലാനിങ് മാത്രം കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നഗരവൽക്കരണം അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളമാണല്ലോ നമുക്ക് കാണുന്നത്. പക്ഷേ നഗരവൽക്കരണത്തിന് ഒരു സ്പേഷ്യൽ പ്ലാനിങ് മാത്രമേ പറ്റില്ല. താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു എക്കോളജി അതിനകത്ത് കൊണ്ടുവരണം. അപ്പോൾ ഒരു ഇക്കോ സ്പേഷ്യൽ പ്ലാനിങ് ആണ് കേരളത്തിന് വേണ്ടത്. ആ ഒരു ആശയം നമ്മൾ കുറേ കൂടെ ഗൗരവത്തോടെ ആലോചിക്കുകയും എങ്ങനെയാണ്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പുതിയ അർബനൈസേഷൻ, ആ ന്യൂ അർബനിസം, ആ അർബനിസത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടമാനം ആളുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രൻ്റ് വർക്കേഴ്സ് നിറഞ്ഞു കിടക്കല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സാനിറ്റേഷൻ വേണം, അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ വേണം, വാട്ടർ അവർ കൂടുതൽ കൺസ്യൂം ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ അവർ കൂടുതൽ യാത്ര ചെയ്യും, അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ വേണം. അപ്പോൾ ഈ സ്പേഷ്യൽ എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ പോരാ. അതിന് എക്കോ സ്പേഷ്യൽ അതൊരു കമ്മ്യൂണിറ്റിയാണ്, സംഭവങ്ങൾ വേണം. നോർക്ക അതൊക്കെ കുറേ കൂടെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത്തരം വിഷയങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ തുടർച്ചയുടെ ഒരു പ്രത്യേകത. ഞാൻ വീണ്ടും തുടർച്ചയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. ഈ തുടർച്ച ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത് കേട്ടോ, ബേസിക്കലി. കാരണം ഒരു ആസൂത്രണം ആ അർത്ഥത്തിൽ സാധ്യമാകുന്നതിന് നിങ്ങൾക്കൊരു 10-15 വർഷമൊക്കെ വേണം. 10 വർഷം കൊണ്ട് നമുക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റി. നവകേരളം എന്ന് പറയുന്ന ആശയം അത് വെറുതെയുള്ളൊരു ആശയമല്ല. ഇറ്റ്സ് നോട്ട് എ ഫാൻറ്റസി. ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി അല്ല, മറിച്ച് അതൊരു മെറ്റീരിയൽ ഫോഴ്സാണെന്ന് ഇടതുപക്ഷത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റി. അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഇടതുപക്ഷത്തിന് ഉറപ്പുണ്ട്, പ്രൊവൈഡഡ് അവർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരുടെ ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ വേണ്ടത്ര സംസാരിച്ചില്ലെങ്കിലും കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട് സേതു. അത് നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത് കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ല. അതെ, അതൊരു കാര്യം. മറ്റൊന്ന്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം തന്നെ കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് ഏതാണ്ട് പകുതി കണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഡാറ്റയിൽ അത് ക്യാപ്ചർ ചെയ്യപ്പെടുന്നു. ഡാറ്റയിൽ ഇപ്പോൾ ക്യാപ്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. 2016-17 നമ്മുടെ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് 11% ആയിരുന്നു. 11+% ആയിരുന്നു. ഇപ്പോൾ അത് 7% ഉള്ളൂ. ഏതാണ്ട് പകുതിയായി. പക്ഷേ ഇന്ത്യയുടെ ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. അല്ല, ഇന്ത്യയുടെ ലെവലിൽ ഏറ്റവും ഹയസ്റ്റ് അല്ല. കേരളത്തെക്കാളും കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഇതുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഞാൻ PLFS ഡാറ്റ മാത്രമാണ് എടുക്കുമ്പോഴാണ് നിങ്ങൾ അങ്ങനെ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഹൗ അബൌട്ട് PSC എംപ്ലോയ്മെൻറ്റ്, MSME എംപ്ലോയ്മെൻറ്റ്? ഇപ്പോൾ PSCയിൽ ഇന്ത്യയിൽ കൊടുക്കുന്ന മൊത്തം PSC എംപ്ലോയ്മെൻറ്റിൽ 50-55% ഓഫർ ചെയ്യുന്ന ഈ ഒറ്റ സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോബ്സ് എന്ന് പറയുന്നത്
Unlike in other states where you find casualization of employment taking place, here it is formalization of employment. ഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് നടക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു സാധാരണ ജോബ് കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഈസ് ബീങ് അഷ്വേർഡ്. അത് മറ്റേ സ്ഥലത്ത് നടക്കുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലേബർ വെൽഫെയർ ബോർഡുള്ള സംസ്ഥാനമാണ് കേരളം. അതും ലെഫ്റ്റ് ലെഗസിയാണ്. ലെഫ്റ്റ് ലെഗസി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഈ UMS മിനിസ്ട്രി ആണല്ലോ മിനിമം വേജ് റൂൾസ് ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്ന 69 നമുക്കറിയാം ടോഡി ടാപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഉണ്ടാകുന്നു. പിന്നീട് നിരന്തരം കോപ്പറേറ്റീവ്സ് ഫോം ചെയ്യുകയാണ്. ഇന്ന് 25ഓളം ലേബർ വെൽഫെയർ ബോർഡുകൾ കേരളത്തിലുണ്ട്. ഓഫ് കോഴ്സ് അതിൽ ചിലതൊക്കെ കുറച്ച് വീക്കാണ്. ഞാൻ പറഞ്ഞു ചില ബോർഡുകളും ചില കോർപ്പറേഷനുകളും കേരളത്തിൽ ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. അതൊക്കെ ഡിസ്മാൻഡിൽ ചെയ്യേണ്ട അതൊക്കെ തീർച്ചയായിട്ടും ഗവേണൻസിന് വിധേയമാക്കണം. മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വെൽഫെയർ ബോർഡുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമില്ല, അത് കുറച്ചു കൊണ്ടുവന്ന് ഒന്ന് റാഷണലൈസ് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യുക എന്ന ഒരാശയം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിന് വർക്ക് നമ്മൾ തുടങ്ങിയിരുന്നു. പിന്നെ അത് ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. കാരണം വെൽഫെയർ ബോർഡുകളൊക്കെ അർത്ഥത്തിലൊരു ഓട്ടോണമസാണ്. അതുകൊണ്ടും അതിലങ്ങനെ അധികം കടന്ന് നമുക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും താങ്കൾ പറഞ്ഞ പോലെ ആ റാഷണലൈസേഷൻ ഓഫ് വെൽഫെയർ ബോർഡ്സ് കൺസോളിഡേറ്റ് ചെയ്യുക, അതിൻ്റെ ഗവേണൻസ് ഡിജിറ്റൈസ് ചെയ്യുക, ആ പ്രോസസ്സ് ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോർമൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ആ അർത്ഥത്തിലില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊരു താൽക്കാലികം മാത്രമാണ്. ഇന്നല്ലേ നാളെ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും നല്ല ജോലി തന്നെ കിട്ടും എന്ന രീതിയിലാണ് ലാർജർ എക്കോണമി കേരളത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഇത്രയധികം സംസാരിച്ചതിന് വളരെ നന്ദി. വി വിൽ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.